വെൽക്കം ബാക്ക് ടു ടേൽസ് ബൈ അനി. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഞാൻ രാവിലെ തന്നെ എത്തിയത് രാവിലെ ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോൾ എത്തിയത്. പിന്നെ ബസ്സിൽ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എത്തിയ ഉടനെ തന്നെ കുളിച്ചും കുറിയൊക്കെ തൊട്ടും. ഇവിടെ വന്നാൽ കാണുന്നൊരു പ്രഹസനമാണത്. പ്രഹസനമല്ല, ഇവിടെ വന്നാലാണ് ഞാൻ ഇത്ര രാവിലെ തലയൊക്കെ കുളിക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പരിപാടി വരണം, ഒന്നുകിൽ നമ്മൾ അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ വിഷു ആയിരിക്കണം, ഓണായിരിക്കണം, അങ്ങനെ എന്ത്. അതൊന്നും ഇല്ലാതെ ഇത്ര രാവിലെ ഇങ്ങനെ ഐശ്വര്യമായിട്ട് കാണുമെങ്കിൽ ഞാൻ എൻ്റെ ഭർത്ത വീട്ടിൽ വരണം. അതെ, അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. ഇപ്പോൾ ജസ്റ്റ് മഴ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് പുറത്തെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. ഒരു സാധനം കാണിച്ചു തരാം. ഇതെന്താണെന്ന് വെച്ചാൽ തേങ്ങയുടെ വെള്ളമാണ്. ഇവിടെ വന്നാലാണ് ഇതൊക്കെ അങ്ങനെ കിട്ടാം. നല്ല മഴയാണ്, നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴ. സൗണ്ട് വെക്കുന്നുണ്ടാവും തോന്നുന്നു. ഫുള്ള് മരങ്ങളൊക്കെയാണ്. അപ്പോൾ മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ മഴ കാണാൻ നല്ല രസമാണ്. ഞാൻ ഇപ്പം മുറ്റത്തോട്ട് ഇറങ്ങുന്നില്ല. മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കുളമൊക്കെ കാണിച്ചു തരാം. കണ്ടോ, ഇത് മഴ ഇങ്ങനെ ആസ്വദിക്കാൻ നല്ല ഭംഗിയാണ്. ആ കാണുന്നതാണ് ഞങ്ങളുടെ തറവാട്. കല്യാണം കഴിക്കുന്നതിന് മുന്നെയാണ്. ഞങ്ങൾ മുന്നേ വരുമ്പോഴൊക്കെ അവിടെ നിൽക്കാറ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തിനാണ് ഞാൻ മുന്നേ വന്നതെന്ന്. ഞങ്ങളൊരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് കൂടെയാണ്. ഡിസ്റ്റൻറ്റ് കസിൻസാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് കുളം കാണാൻ പോവാം, പക്ഷേ വഴി കാണുന്നില്ല, മൊത്തം വെള്ളമാണ്. മഴ കൂടി ഗൈസ്. അവിടെയൊക്കെ പോകാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര മഴ കുറേ നോക്കാം. മഴ കുറേ ആണെങ്കിൽ നമുക്ക് നമ്മൾ പോയിട്ട് കുളം കാണിച്ചാൽ കേട്ടോ. കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്, അത്ര സൗണ്ടാണ് മഴയുടെ. മഴ നിൽക്കുന്നില്ല ഗൈസ്. വീഡിയോ എടുക്കാൻ നമ്മൾ എപ്പോഴും പോകും. ഫുൾ ട്രെയിനുള്ളി. ഇപ്പോൾ ഒന്ന് മഴ കുറഞ്ഞതാണ്. മഴ എന്ന് വെച്ചാൽ വെറും മഴ, ഫുള്ള് ഇരുട് പിടിച്ചിട്ടുള്ള മഴയായിരുന്നു. ഇപ്പോൾ ഒന്ന് വെളിച്ചം വന്നില്ല, കണ്ടോ. പറമ്പിൽ ഫുള്ള് വെള്ളം. ഇവിടെ ഒരു വെള്ളം കെട്ടി നിൽക്കുന്നൊരു സ്ഥലമാണ്. കുളം കാണിച്ചു തരാം. അപ്പം ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ മഴ പെയ്താൽ നമുക്ക് വെള്ളം ഇങ്ങനെ പുറത്തെത്തും. ഫുള്ള് തോടും ഇതും, തോടല്ല, കുളവും ഇതും ഒരേപോലെയാവും. ഇനി ബാക്കിലുള്ള കുളത്തിൻ്റെ അവിടെ പോകാൻ എന്തായാലും പറ്റില്ല, അവിടെ കാടൊക്കെയാണ്. തൽക്കാലം ഈ കുളം വെച്ച് ജസ്റ്റ്. ഇതിൽ മീനുണ്ട്. അപ്പം മീനും കുട്ടിയൊക്കെ ഉണ്ട്. മീനിനെ കാണിച്ചു തരുമ്പോൾ കാണുമോയെന്നറിയില്ല. എന്തോ എല്ലാ തോട്ടിലും കുളത്തിലൊക്കെ കാണുന്നൊരു കുഞ്ഞു മീനാണ്. ഇതിൽ കാണുന്നില്ല, ക്ലിയർ ആവണില്ല. ഇവിടെ നേരിട്ട് കാണുമ്പോഴേ ഉള്ളൂ. പിന്നെ കൊക്കോ കാണിച്ചു തരാം. കൊക്കോ, ഇവിടെ കൊക്കോൻ്റെ മരമുണ്ട്, കൊക്കോ. പിന്നെ ഇവിടെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ കാടാണ്. പിന്നെ കിണർ കാണിച്ചു തരാം. കിണറിൽ ഇപ്പോൾ നിറച്ചും വെള്ളമാണ്. പിന്നെ ഈ കിണറിന് അങ്ങനെ സ്പെഷ്യാലിറ്റി ഉണ്ട്. എല്ലാവർക്കും ഒന്നും ഇതിൽ നിന്നും വെള്ളമൊന്നും കോരാൻ പാടില്ല. പണ്ടത്തെ ഒരു സ്റ്റൈലിൽ ചിട്ടയിലൊക്കെയാണ്. നമ്മുടെ മറ്റേ വീടിൻ്റെ വേറൊരു വഴി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പഴയ വീട്. ഇവിടെയാണ് ഞാൻ വന്ന് കളിച്ചതും ഇതാക്കിയതൊക്കെ. പിന്നെ ഇപ്പം ഇവിടെ ഇപ്പം ആരും നിൽക്കാനില്ല. പുതിയ വീട്ടിൽ തന്നെ ആളില്ല നിൽക്കാൻ. അല്ല, പിന്നെ ഇവിടെ നിൽക്കാൻ ആളില്ലല്ലോ. പക്ഷെ ഇവിടെ ഉള്ളിൽ ഞങ്ങൾക്ക് മച്ചിൻ്റെ അകത്ത് വിളക്കൊക്കെ കത്തിക്കുന്നതാണ്. അത് ഞാൻ പിന്നെ കാണിച്ചത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ, അത് ഞങ്ങളുടെ മെയിൻ സ്പോട്ട്. ഇവിടെ പണ്ടൊരു പ്രാവിൻ്റെ കൂടൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരുപാട് പ്രാവുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ അനിയൻ്റെയും കളക്ഷൻസ്. ഇതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഏരിയ. ഇപ്പോൾ ഇത് പൊളിച്ചു ഇവിടെ. അപ്പം ഇത് വീട് മാത്രമേ ഉള്ളൂ. ഇത് പൊളിച്ചു. ഇത് ആക്ച്വലി കൂട്ടിയെടുത്തതായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ മെയിൻ സ്പോട്ട്. ഇവിടെയായിരുന്നു TV ഉണ്ടായത്. ഇവിടെയാണ് ഞങ്ങൾ മീൻ കിടന്നുറങ്ങാറും എല്ലാം ഇവിടെയായിരുന്നു. എന്ത് പറഞ്ഞാലും ഇവിടെ വരുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ്. അന്ന് ഞങ്ങളിങ്ങനെ കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താവൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. പണ്ടത്തെ കുറേ ഓർമ്മകളൊക്കെ വരുന്നത് പോലെ തോന്നും. ഇവിടെ നിന്ന് പുതിയ വീട് എവിടെയാണെന്ന് കാണിച്ചാൽ കേട്ടോ. ഇത് പഴയ വീട്. ഓക്കെ, ദിസ് ഇസ് ഓൾഡ് ഹോം. അതന്നെ പുതിയ വീട്. നമുക്ക് കാണുന്ന ദൂരമുള്ളൂ. പക്ഷെ ഇവിടെയാണ് നമുക്ക് ശരിക്കുള്ള വൈബ്. ഇവിടെയാണ് എന്തോ മഴയത്തായാലും. ഇവിടെ മഴ പൊടിയുന്നുണ്ട്. എൻ്റെ ഡ്രസ്സ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. മഴ അത്യാവശ്യം പൊടിയുന്നുണ്ട്. അപ്പോൾ വീട് കണ്ടില്ലേ. പിന്നെ ഈ വീടിൻ്റെ പുറകിലൊരു കുളമുണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല, കാടുമാണ്. പിന്നെ വെള്ളം കെട്ടി നിൽക്കുക, പറ്റില്ല. അതുപോലെ അവിടെ തോടുണ്ട്, അങ്ങോട്ടും പോകാൻ പറ്റില്ല. അതിൻ്റെ അടുത്തേക്ക് പോയാൽ ഇനി ഞാൻ തണു പോകുമെന്ന് എനിക്കറിയില്ല. മണ്ണ് ഫുള്ള് വെള്ളം കെട്ടി നിൽക്കാമല്ലേ, അത് അങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇതിൻ്റെ കുറച്ചപ്പുറത്ത് പോയാൽ വലിയൊരു പുഴയുണ്ട്. അടിപൊളി ഏരിയ അത്. നമ്മൾ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് ശരിക്കും. പണ്ട് ഞാൻ ചെറുതായപ്പോഴും എനിക്കിവിടെ വരാൻ അതാ ഇഷ്ടം. നമുക്കൊരു നമ്മളൊരു ഗ്രാമപ്രദേശത്തൊക്കെ പോയൊരു വൈബ് കിട്ടും. എൻ്റെ വീടെന്ന് വെച്ചാൽ റോഡിലാണ്. റോഡിൽ കിടക്കുന്നതല്ല കേട്ടോ. വീടിന് മുറ്റം കുറവാണ്. അപ്പം ഇത്ര മുറ്റമുള്ളൂ, പിന്നെ റോഡാണ്. അപ്പം ഒരു ബിസി വണ്ടീൻ്റെ സൗണ്ട് അങ്ങനെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ കേൾക്കുന്ന സൗണ്ട് മഴ, പിന്നെ ഇത് തവള, കുറുക്കൻ, പിന്നെ കുറച്ച് എന്തൊക്കെ പക്ഷികൾ, അങ്ങനത്തെ സൗണ്ട്സ് ഇവിടെ കേൾക്കുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ വീടും സ്ഥലമാണ് നിങ്ങളതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമുക്ക് കുറുക്കൻ, പക്ഷി അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കുറുക്കനെ അടുത്തുനിന്ന് കണ്ടത്. പക്ഷേ അപ്പോൾ വീഡിയോ എടുക്കാൻ പെട്ടെന്ന് കണ്ടില്ല. ഞാൻ കുറുക്കനെ കണ്ടത് ആസ്വദിച്ച് പോയി. അപ്പോൾ ഞാൻ കുറുക്കനെ ജസ്റ്റ് ഒന്ന് ഓടുന്നൊരു വീഡിയോ ഉണ്ട്, അതും കൂടി ഞാൻ വെച്ചുതരാം കേട്ടോ.
കുറുക്കനെ കാണാത്തവരുണ്ടെങ്കിൽ കുറുക്കനെ കണ്ടോ. ഞാനിവിടെ വന്നിട്ടാണ് കുറുക്കനെയും നായേനെയും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാവുന്നു അതായത് എനിക്ക് മുന്നേ എല്ലാം നായായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് കുറുക്കനെ കണ്ട മനസ്സിലാവും. ഓക്കെ, ഇത് കുറുക്കൻ, മറ്റേത് നായ, അങ്ങനെ എനിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. കുറുക്കൻ നമ്മളിപ്പോൾ പോയ സ്ഥലത്താണ് പോകുന്നതുണ്ടോ, അത് ക്ലിയർ ആകുമോ എനിക്കറിയില്ല. ഇവിടെ കൂടെ പോകാനുള്ള ധൈര്യം എനിക്കില്ല. അപ്പോൾ നിങ്ങൾ ഏകദേശം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അല്ല കാണുന്നവരാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ചേട്ടാ, ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം.